ഹായ് ഓൾ, ഇന്ന് നമ്മൾ CSIR നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ സിലബസിലേക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. പാർട്ട് 1 വീഡിയോ ആണിത്. ഇതിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യും. ബാക്കി നമുക്ക് പാർട്ട് 2 അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ, ഓയിലർ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ, ഹാമിൽട്ടോണിയൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ കെപ്ലർ പ്രോബ്ലം, സ്മോൾ ഓസിലേഷൻസ്, ഈ ഓർഡറിലായിരിക്കും പോകുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ മാക്സിമം ഇതെല്ലാം തന്നെ കവർ ചെയ്യുകയും ചെയ്യും കേട്ടോ. സമയം കളയാതെ ആദ്യം തന്നെ നമുക്ക് പോവാം. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറയുന്നത് ഡോക്ടർ JC ഉപാധ്യായുടെയും അതുപോലെ തന്നെ ഗോൾസ്റ്റീൻ്റെയും ബുക്കാണ് കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഈ ഒരു വീഡിയോ കേൾക്കുന്നതിന് മുമ്പ് ഇതിൽ തന്നെ മിസ്സ് ബ്യൂട്ടി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേൾക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ക്ലാസിക്കൽ മെക്കാനിക്സിൽ മിസ്സ് എന്താ പറയാൻ പോകുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കേട്ട് നോക്കുക, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നോക്കിക്കേ. അപ്പോൾ ഡോക്ടർ JC ഉപാധ്യായുടെ ബുക്ക് ടെക്സ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. ഗൂഗിളിൽ അതിൻ്റെ PDF ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സിമ്പിളായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടിയുള്ളൊരു ടെക്സ്റ്റാണ് കേട്ടോ. കുറച്ച് സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. കുറച്ച് സിമ്പിളാണെന്ന് മിസ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര സിമ്പിളാണെന്നല്ല, നമുക്ക് വായിച്ചാൽ ഒരു സ്റ്റുഡൻറ്റിന് മനസ്സിലാവുന്ന രീതിയിലാണ് സാറിൻ്റെ ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്കറിയാം. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സും അനലിറ്റിക്കൽ മെക്കാനിക്സും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ മിസ് കുറച്ച് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകാം കേട്ടോ, കാരണം ഇതൊക്കെ ബേസിക് കൺസെപ്റ്റുകളാണ്. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ന്യൂട്ടൻ്റെ റൂൾസും ലോസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത മെക്കാനിക്സ് ആണ്. അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഒരു പല സിസ്റ്റത്തിൻ്റെ മോഷനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സിസ്റ്റങ്ങളെയാണ് നമ്മൾ അനലിറ്റിക്കൽ മെക്കാനിക്സ് കൊണ്ട് സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ മെക്കാനിക്സ് തന്നെ ലഗ്രാഞ്ചിയൻ മെക്കാനിക്സും ഹാമിൽട്ടോണിയൻ ഡൈനമിക്സും ഉണ്ട്. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അനലിറ്റിക്കൽ മെക്കാനിക്സിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാനായിട്ടാണ് ദ ബ്യൂട്ടി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന വീഡിയോ ഒന്ന് കാണാൻ മിസ്സ് പറഞ്ഞത്. എന്നാലും മിസ്സ് ഇവിടെ പറയാം. എന്താണ് അനലിറ്റിക്കൽ മെക്കാനിക്സിൽ ന്യൂട്ടൺസിൻ്റെ ലോയോ, അതായത് ന്യൂട്ടൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മോഷൻസിനെ മനസ്സിലാക്കാൻ അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും എടുക്കണം എന്നാണ് ന്യൂട്ടൺ പറയുന്നത്. അപ്പോൾ അതൊരു കോംപ്ലക്സ് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ ഡബിൾ പെൻഡുലം പോലെയുള്ള ഇതൊരു സിംഗിൾ പെൻഡുലം, ഇതിന് അറ്റാച്ച് ചെയ്ത ഒരു പെൻഡുലം. അപ്പോൾ ഇത് ഡബിൾ പെൻഡുലം പോലെയുള്ള സിസ്റ്റത്തിൽ ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഡൈനമിക്സ് വെച്ച് ഒരു സിസ്റ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം അതിൽ എന്തൊക്കെ ഫോഴ്സ് ഉണ്ടാകുമോ അതൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് പാടായതുകൊണ്ടാണ് അനലിറ്റിക്കൽ മെക്കാനിക്സ് വന്നത്. അപ്പോൾ അനലിറ്റിക്കൽ മെക്കാനിക്സ് പ്രധാനമായിട്ട് എനർജി ബേസ് ചെയ്തിട്ടാണ്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എന്നല്ല പറയുന്നത്. ലഗ്രാഞ്ചിയൻ ഡൈനമിക്സിലും ഹാമിൽട്ടോണിയൻ ഡൈനമിക്സിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്ന ടേമാണ്. ദ ടെക്നിക് ഓഫ് ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ യൂസ് കോർഡിനേറ്റ്സ് അല്ല, പകരം ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. ഇനിയും ലഗ്രാഞ്ചിയൻ ഫോർമുലേഷൻ്റെ പ്രത്യേകത, ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ നമ്മൾ പൊസിഷനും വെലോസിറ്റിയുടെയും ടേമിലാണ് പറയുന്നത്. അപ്പോൾ അതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ലഗ്രാഞ്ചിയൻ ഡൈനമിക്സ് മാറും. അതേസമയം ഹാമിൽട്ടോണിയൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ നമ്മൾ പൊസിഷനും മൊമെൻറ്റവും ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ സിസ്റ്റത്തെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഹാമിൽട്ടോണിയൻ വെച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. പക്ഷേ ലഗ്രാഞ്ചിയൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓർഡറാണ്. കാരണം വെലോസിറ്റിയുടെയും പൊസിഷൻ്റെയും ഡിപ്പെൻഡൻസ് അവിടെ വരുന്നുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. അതായത് അവിടെ എന്ത് വരുന്നുണ്ട്, ബോത്ത് ഡയറക്ഷനും അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും വരുന്നുണ്ട്, ഡിറക്ഷനും മാഗ്നിറ്റ്യൂഡും വരുന്നുണ്ടല്ലേ. അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കയറി കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ക്ലാസിക്കൽ മെക്കാനിക്സിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി നോക്കൂ, ബേസിക് കൺസെപ്റ്റ്. അതായത് എനിക്ക് ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മോഷനെ കുറിച്ച് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് വെച്ചു. ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ മോഷനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ 1-2 പാരാമീറ്റേഴ്സ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആവശ്യമുണ്ട്. അതിലൊന്നാമത്തെ പാരാമീറ്ററാണ് കോർഡിനേറ്റ് സിസ്റ്റം. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നതല്ലേ, കൊച്ചു ക്ലാസ് തൊട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ
ഫസ്റ്റ് ഇയറിലല്ലേ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ്, അതിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് കോർഡിനേറ്റ് സിസ്റ്റം. എന്താ നോക്ക്. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സഹായം തേടും. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പ് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് എ വേ ടു ഡിഫൈൻ ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സ്പേസ്. ഇപ്പോൾ ഒരു സ്പേസ് ആണെങ്കിൽ ആ സ്പേസിൽ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയാനായിട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിനെ യൂസ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് 3 കോർഡിനേറ്റ് സിസ്റ്റമാണ്. കാർട്ടീഷ്യൻ ഓർ റെക്റ്റാങ്കുലർ എന്ന് പേര്, പിന്നെ പോളാർ 2 ഡയമെൻഷനിൽ ആ കോർഡിനേറ്റിനെ പോളാർ എന്നും 3 ഡയമെൻഷനിൽ ആ കോർഡിനേറ്റിനെ സിലിണ്ടറിക്കൽ എന്നും പറയും. പിന്നെ സ്പിറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പം കാർട്ടീഷ്യൻ, പോളാർ ഓർ സിലിണ്ടറിക്കൽ ആൻഡ് സ്പിറിക്കൽ കോർഡിനേറ്റ്സ്, ഇത്രയും കോർഡിനേറ്റ്സ് ആണ് ഉള്ളത്. ഇനി നോക്കിക്കേ, 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ, അപ്പോൾ ഇതിൽ ഏതൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇനി മിസ്സ് പറയുന്നത്. 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ, 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ ഒരു കാറ് മൂവ് ചെയ്യുക. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു യുക്ലീഡിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പേസിലാണ് കൂടുതലും നമുക്ക് പറയാൻ എളുപ്പം. അതേസമയം ഒരു കേർവ്ഡ് ആയിട്ടുള്ള സ്പേസിന് നമുക്ക് പറയാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനാണ്, ലൈക്ക് എ കാർ ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിളായിട്ടുള്ളൊരു കാര്യം ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ 1 ഡയമെൻഷൻ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നോക്കൂ, 2 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലുള്ള പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനെ മിസ്സിന് 2 ഡയമെൻഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ 2 കോർഡിനേറ്റ്സ് ആണ്. നോക്കൂ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പോളാർ കോർഡിനേറ്റും യൂസ് ചെയ്യാം. നോക്കിക്കേ, 1 ഡയമെൻഷനിൽ നമുക്ക് എക്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. 2 ഡയമെൻഷനിൽ നമുക്ക് 2 എണ്ണം വരും, അതായത് കാർട്ടീഷ്യനും വരും, അതുപോലെ തന്നെ പോളാറും വരും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സും വൈയും. പോളാറിൻ്റെ കോർഡിനേറ്റ്സ് ആറും തീറ്റയും. അപ്പോൾ മിസ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്നു. ഇനി എല്ലാത്തിൻ്റെയും റിലേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതായത് നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റാണ് എക്സ് വൈ അല്ലേ. 2 ഡയമെൻഷൻ ആണെങ്കിൽ എക്സും വൈയും. പോളാർ കോർഡിനേറ്റ്സ് ആണ് ആറും തീറ്റയും. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ, അപ്പോൾ എല്ലാത്തിനെയും ജനറലായിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റുമായിട്ട് എല്ലാത്തിനെയും നമ്മൾ റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു റെഫറൻസ് നമുക്ക് കാണും അല്ലേ, ഒരു റെഫറൻസ് നമുക്ക് കാണും. ആ റെഫറൻസുമായിട്ട് നമ്മൾ എല്ലാത്തിനെയും റിലേറ്റ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് അല്ലേ. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇവിടെ അതുപോലെ സിമ്പിളായിട്ട് കാർട്ടീഷ്യനെ എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നോക്കൂ കാർട്ടീഷ്യൻ, അതായത് പോളാറിൻ്റെ റിലേഷനാണ് കേട്ടോ. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് പോളാറിൻ്റെ റിലേഷൻ ടു കാർട്ടീഷ്യൻ. നമുക്കറിയാം, ഇത് നമ്മൾ ഓൾറെഡി അറിയാം. റിലേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ആറ് പോളാറിൻ്റെ, എക്സ് കാർട്ടീഷ്യൻ്റെ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ആറിൻ്റെ വാല്യൂ, തീറ്റയുടെ വാല്യൂ ഒക്കെ തന്നെ അറിയാം. ആറെന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ആറെന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ മിസ് വരച്ചിട്ടുണ്ട്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. തീറ്റ എന്ന് പറയുന്ന ഈ ഭാഗം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് മിസ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. അയ്യോ, ഇത് റിപ്പീറ്റായിട്ട് വന്നോ? ഓക്കെ 2 ഡയമെൻഷൻ ഇല്ലേ? ഓക്കെ 2 ഡയമെൻഷൻ്റെ കാർട്ടീഷ്യനും പോളാറും കഴിഞ്ഞു. അപ്പോൾ 1 ഡയമെൻഷൻ്റെ എക്സ് മാത്രമേ ഉള്ളൂ, കാരണം ഒരു ഡയമെൻഷനിലാണ്. ഇനി 2 ഡയമെൻഷനിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്ക്. വെൻ മോഷൻ ഈസ്, ഇപ്പോൾ സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ റേഡിയൽ പ്ലാനറ്റ്സ്, ഒരു പ്ലാനറ്റ് അതിൻ്റെ ഓർബിറ്റിൽ കൂടെയുള്ള അതിൻ്റെ മോഷൻ, അല്ലെങ്കിൽ സ്പിന്നിങ് ടോപ്സ് നിങ്ങൾക്ക് അറിയത്തില്ലേ? സ്പിന്നിങ് ടോപ്സ്, ഇങ്ങനെ കറങ്ങുന്ന സ്പിന്നിങ് ടോപ്സ്. അപ്പോൾ ആ സ്പിന്നിങ് ടോപ്സിൻ്റെ അതുപോലുള്ളതിൻ്റെയൊക്കെ മോഷൻ അല്ലെങ്കിൽ സർക്കുലറിൽ പോകുന്ന സർക്കുലർ മോഷൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഈ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം. ഇനി 3 ഡയമെൻഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 3 എണ്ണം വേണം. 3 കോർഡിനേറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ, സ്പിറിക്കൽ. കാർട്ടീഷ്യൻ 3 ഡയമെൻഷൻ ആയതുകൊണ്ട് എക്സ്, വൈ, ഇസഡ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കണം, റോ, തീറ്റ, ഇസഡ്. സ്പിറിക്കൽ ആകുമ്പോൾ പോളാർ പോലെ തന്നെ ആറും തീറ്റയുണ്ട്, പക്ഷേ
ഫൈ ആണ്, ഇസഡിന് പകരം ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം അസിമുത്തൽ ആംഗിളാണ്. ഓക്കെ, ഇനി നോക്കൂ സിലിണ്ടറിക്കലും. ഇപ്പം മിസ്സ് പറഞ്ഞു നേരത്തെ റെഫറൻസ് നമ്മൾ വെക്കുന്നത് ആരെയാണ്? റെഫറൻസ് നമ്മൾ വെക്കുന്നത് എപ്പോഴും, ഒരു മിനിറ്റ്, ഓക്കെ, റെഫറൻസ് നമ്മൾ വെക്കുന്ന എപ്പോഴും കാർട്ടീഷ്യനെയാണ്. അപ്പം സിലിണ്ടറിക്കലും കാർട്ടീഷ്യനും തമ്മിലുള്ള റിലേഷൻ നോക്കണം. എക്സ് ആണ് കാർട്ടീഷ്യൻ, റോ ആണ് സിലിണ്ടറിക്കൽ. അതായത് എന്താ, എക്സ് വൈ ഇസഡ് എന്ന് കാർട്ടീഷ്യൻ പറയുന്ന പോലെ തന്നെ റോയ് തീറ്റ ഇസഡ്. എക്സിൻ്റെ കാർട്ടീഷ്യൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് സിലിണ്ടറിക്കലിൻ്റെ റോ ആണ്, കാർട്ടീഷ്യൻ്റെ വൈയുടെ പ്ലേസിൽ സിലിണ്ടറിക്കലിൻ്റെ തീറ്റയാണ്. ഇവിടെ ഇസഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഇസഡ് തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ റിലേഷൻ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാടാ, ഒന്ന് എഴുതിയാൽ മതിയാകും. അതുപോലെ തന്നെ സ്പിറിക്കലിൻ്റെ കാർട്ടീഷ്യൻ്റെ എക്സിൻ്റെ പ്ലേസിൽ ആറാണ്, വൈയുടെ പ്ലേസിൽ തീറ്റയാണ്, ഇസഡിൻ്റെ പ്ലേസിൽ ഫൈ ആണ്. അപ്പോൾ അതനുസരിച്ച് ഇതിന് വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സിലബസിലോട്ട് കടക്കുവാണ്. ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇത് രണ്ടാമത്തെ, മിസ്സ് പറഞ്ഞില്ലേ ഒരു വസ്തുവിൻ്റെ മോഷനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് കോർഡിനേറ്റ്സ് വേണം, രണ്ട് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം. ഇനി എന്താ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് സിമ്പിളായിട്ട് പറയട്ടെ. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതൊരു സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ സെൻറ്റൻസ് ഒന്നും അല്ലാണ്ട് എങ്ങനെ സിമ്പിളായിട്ട് പറയും? ഓക്കെ, വേണമെങ്കിൽ നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. അതായത് ഒരു സിസ്റ്റത്തിന് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന മോഷൻ എന്ന് നമുക്ക് പറയാം. അതായത് കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാതെ എന്തൊക്കെ മൂവ്മെൻറ്റ് ഒരു സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട്, അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് പറ്റും. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദ സിസ്റ്റം കമ്പാക്റ്റബിൾ വിത്ത് ദ കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ്. കണ്ടു, ഇതാണ് മിസ്സ് പറഞ്ഞത്. അതായത് എന്തൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേസിലാണ് ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റുന്നത് ഒരു കൺസ്ട്രെയിനും ഇല്ലാതെ. കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ, ഒരു തടസ്സവും ഇല്ലാതെ ഏതൊക്കെ മോഷൻ അല്ലെങ്കിൽ ഏതൊക്കെ മൂവ്മെൻറ്റ് ഒരു സിസ്റ്റത്തിന് പറ്റും എന്നുള്ളതാണ്. വേറെ രീതിയിൽ അപ്പോൾ എൻ്റെ മക്കളൊന്ന് തിരിച്ചൊന്ന് ചിന്തിച്ചേ. എന്ന് വെച്ചാൽ മിസ്സ് പറഞ്ഞു ഏതൊക്കെ, അതായത് ഒരു സിസ്റ്റത്തിന് ഏതൊക്കെ മോഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് കുറച്ച് മോഷൻ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതിന് കൂടുതൽ ആ സിസ്റ്റത്തിന് കുറേ കുറേ തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ ആ സിസ്റ്റത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും, ലൈക്ക് ഒരു സിമ്പിൾ പെൻഡുലം പോലെ, അല്ലെങ്കിൽ ഒരു റിജിഡ് ബോഡീനെ നമ്മൾ ഫിക്സ് ചെയ്ത് റിജിഡ് ബോഡി അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചേക്കുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം, ചിലപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ മാസ് അതിനെ മണ്ടയ്ക്ക് കയറ്റി വെച്ചേക്കുമായിരിക്കും അതിൻ്റെ മോഷൻ തടയാൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ മിസ്സ് സിമ്പിളായിട്ട് പറയുന്ന എക്സാമ്പിളാണ്. അപ്പോൾ ആ തടസ്സത്തിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട്. അപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ടൂളാണ്. ആ കൺസ്ട്രെയിനുകളെ, ഒരു സിസ്റ്റത്തിൻ്റെ കൺസ്ട്രെയിനുകളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, കോർഡിനേറ്റ്സ് ആണ്, അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് എ സിസ്റ്റം ഓർ എ ഒബ്ജക്റ്റ് ക്യാൻ മൂവ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ അപ്പുറം ഒന്നും ഇതിന് കുഴപ്പിക്കാനും തക്കവണ്ണം ഇല്ല കേട്ടോ. ഇനി നോക്കൂ, ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ നമുക്ക് 3 തരത്തിൽ പറയാൻ പറ്റും. ട്രാൻസ്ലേഷനലുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, വൈബ്രേഷനുണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷനുണ്ട്. ട്രാൻസ്ലേഷൻ എന്താടാ? ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് വെച്ചാൽ ലീനിയർ ആയിട്ടുള്ള മോഷൻസിനെയാണ് നമ്മൾ പറയുന്നത്. വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യത്തില്ലേ, ആറ്റംസും മോളിക്യൂൾസും ഒക്കെ വൈബ്രേറ്റ് ചെയ്യാമെന്ന് പറയത്തില്ലേ. ഇനി അപ്പോൾ വൈബ്രേഷൻസ് എപ്പോഴും ഒന്നും ഉണ്ടാവുന്നതല്ല കേട്ടോ. വൈബ്രേഷൻസ് നോക്കൂ, വൈബ്രേഷൻസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് നമ്മളൊരു മോളിക്യൂളിനെ ചൂടാക്കി അത് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റില്ലേ. അപ്പോൾ അങ്ങനെ റൊട്ടേഷനിലും അതുപോലെ തന്നെ ട്രാൻസ്ലേഷനിലുമാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കേട്ടോ. ഇനി നോക്കൂ, മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഒരു ആറ്റം കൊണ്ട് നിർമ്മിച്ച മോളിക്യൂൾസിന് എപ്പോഴും ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആയിരിക്കും. ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ 2 കാര്യങ്ങളായിരിക്കും അവിടെ, അപ്പോൾ അതിന് 5 ആയിരിക്കും. കാരണം അവിടെ 3 ട്രാൻസിഷൻസും 2 റൊട്ടേഷൻ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്യണം എന്ന് മിസ്സ് പറയുന്നില്ല, പക്ഷെ അതൊക്കെ ബൈ ഹാർട്ട് അല്ലെങ്കിൽ ഒരു ക്ലൂ ഉപയോഗിച്ച് അങ്ങ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ഓക്കെ,
ഇത് നേരത്തെ മിസ്സ് പറഞ്ഞ കോർഡിനേറ്റ് സിസ്റ്റത്തെ ഒന്ന് ജനറലായിട്ട് എഴുതിയേക്കും കേട്ടോ. 1 ഡയമെൻഷൻ ആകുമ്പം കാർട്ടീഷ്യൻ എക്സ് ആണ് അതിൻ്റെ കോർഡിനേറ്റ്. അതെവിടെ യൂസ് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ. 2 ഡയമെൻഷൻ ആകുമ്പോൾ 2 എണ്ണം വരും. 2 ഡയമെൻഷൻ ആകുമ്പോൾ 2 എണ്ണം വരും അതിൻ്റെ കോർഡിനേറ്റ്, അതിൻ്റെ യൂസ്. പിന്നെ 3 ഡയമെൻഷൻ ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. വീഡിയോ നീട്ടി വലിക്കാതിരിക്കാനാണ് അധികം പറയാത്തത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇനി ട്രയറ്റോമിക് നോക്കൂ. ട്രയറ്റോമിക് എന്ന് പറയുമ്പോൾ അതായത് ട്രയറ്റോമിക് മോളിക്യൂൾസ് തന്നെ ലീനിയർ മോളിക്യൂൾസും ഉണ്ട്, നോൺ ലീനിയർ മോളിക്യൂൾസും ഉണ്ട്. ലീനിയർ ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 7ഉം നോൺ ലീനിയർ ആണെങ്കിൽ 6ഉം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇനിയും കുറച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കിക്കുക. ആദ്യം ഒന്ന് ഇത്രയും കാര്യം ഒന്ന് വായിച്ചു നോക്കി. കീ പോയിൻറ്റ്സ്. എ പാർട്ടിക്കിൾ ഇൻ 3D സ്പേസ് ഹാസ്, അതായത് ഒരു ഇത് മിസ് ചുമ്മാ പറയാം. ഇത് മിസ്സിൻ്റെ 3D സ്പേസാണ്. ഒരു പാർട്ടിക്കിളുണ്ട്, നിങ്ങൾക്ക് കാണാവോ? ഇതൊരു പാർട്ടിക്കിൾ. ഇത് മിസ്സിൻ്റെ 3D സ്പേസ്. ഈ പച്ചയാണ് മിസ്സിൻ്റെ സ്പേസ്. ഇത് വെറുതെ പറയുന്ന പൊട്ട നിങ്ങൾക്ക് മനസ്സിലാവാൻ ആയിട്ട് മിസ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3D സ്പേസിൽ ഒരു പാർട്ടിക്കിളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ 2 പാർട്ടിക്കിളുള്ള ഒരു 3D സ്പേസിൻ്റെ എത്ര, അല്ലെങ്കിൽ ഒരു 3D സ്പേസിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും? ദാറ്റ് ഈസ് 2 × 3 അല്ലേ? എന്ന് വെച്ചാൽ 6. അതല്ലേ ഈ എഴുതി വെച്ചേക്കുന്നത് സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ്. അതായത് ഒരു 3D സ്പേസിൽ n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 3 × n ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതനുസരിച്ച് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ആ 3 എന്ന് പറയുന്നത് എത്ര ഡയമെൻഷൻ ആണെന്നുള്ളതാണ്. അതായത് ജനറലായിട്ട് പറഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. dn എന്നുള്ളതാണ് ഇക്വേഷൻ. ഡി എന്ന് പറയുന്നത് ഏത് ഡയമെൻഷനാണ്, n എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിളുണ്ട്. ഇപ്പോൾ 2D ആണെങ്കിൽ 2 അവിടുത്തെ ഡി എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാർട്ടിക്കിളാണെങ്കിൽ 1, അപ്പോൾ 2 ആണ് അതിൻ്റെ ഉത്തരം. പിന്നെ ഇവിടെ മിസ് എഴുതിയേക്കുന്നത് കണ്ടോ? ഇതുണ്ട്, ഇത് നോക്ക്. 3n മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്, അതായത് dn മൈനസ് സി എന്നാണ് ഇക്വേഷൻ. അതായത് ഡയമെൻഷൻ എത്രയാണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്രയാണ്, മൈനസ് കൺസ്ട്രെയിൻ എന്ന് വെച്ചാൽ തടസ്സം. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം ഒന്ന് ഉദ്ദേശിച്ച് വെക്കേണ്ടത്. പിന്നെ ഒരു ടിപ്പ് പറഞ്ഞു തരാം, നോക്കിക്കോളൂ. എവിടെ? എഴുതിയിട്ടില്ല. നോക്കിക്കേ, മിക്ക ക്വസ്റ്റ്യൻസിലും CSIRൻ്റെയും കൂടുതൽ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസിലാണിത് കാണുന്നത്. ഒരു ക്ലൂ മിസ്സ് പറഞ്ഞുതരാം, പക്ഷേ എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ക്വസ്റ്റ്യനിൽ എലോങ് എന്ന വാക്കുണ്ടെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ 1 ഡയമെൻഷൻ ആയിരിക്കും. ഓൺ ഉണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയിരിക്കും. ഇൻ എന്നാണെങ്കിൽ 3 ആയിരിക്കും. അതായത് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ സംതിങ് അല്ലെങ്കിൽ സം സ്പേസ്, അങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കും. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഓൺ ദ സർഫസ് എന്നാണെങ്കിൽ 2 ആയിരിക്കും. എലോങ് എ വയർ എന്നാണെങ്കിൽ 1 ആയിരിക്കും കേട്ടോ. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം. റിജിഡ് ബോഡി ഇൻ സ്പേസ് നോക്കിയേ. റിജിഡ് ബോഡി ഇൻ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മിസ് പറഞ്ഞ്. ഇവിടെ ഇന്നെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്താണ് സ്പേസ്? റിജിഡ് ബോഡി നമുക്ക് ഓൾറെഡി അറിയാം. കാരണം റിജിഡ് ബോഡിയിൽ 3 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതായത് 3 ട്രാൻസിഷൻസും 3 റൊട്ടേഷൻസും. അപ്പം 3 ട്രാൻസിഷൻസും നടക്കും. 3 രീതിയിൽ ഈ മോളിക്യൂളിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം റിജിഡ് ബോഡി ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കിയേ. എ ബോഡി ഈസ് മൂവിങ് ഓൺ ദ ബോർഡ്. ഓൺ എന്നാ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്. കാരണം ഓൺ വന്നിട്ടുണ്ട്, ഓൺ ദ ബോർഡ്. പിന്നെ ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ബാക്കി ആ പഴയ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ പോവാം കേട്ടോ. കുറച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ പോവാം. ഏതായാലും നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക തൽക്കാലം. എലോങ് എന്ന് പറയുമ്പോൾ 1, ഇന്നെന്ന് പറയുമ്പോൾ 3, ഓൺ എന്ന് പറയുമ്പോൾ 2.
ഓക്കെ, മോണോഅറ്റോമിക് ഐഡിയൽ ഗ്യാസിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചു, മോണോഅറ്റോമിക്കും അത് ട്രൈഅറ്റോമിക്കും ഒക്കെ 3 ആണുള്ളത്. അപ്പോൾ അതാ മിസ്സ് പറഞ്ഞത്, അതങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഡയറ്റോമിക്കിന് എത്രയാണ്? 5. അതും മിസ്സ് പറഞ്ഞു, ടിപ്സും പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്ക്, ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. y² = 4x എന്നാണ്. ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് എലോങ് സംതിങ്, എലോങ് ഒരു വയറോ വല്ലോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? എലോങ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. ദ പാർട്ടിക്കിൾ മൂവ്സ് ഓൺ ദ സർഫസ്, ഓൺ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ? ഓൺ എ സ്പിയർ, ഓൺ ദ സർഫസ് ഓഫ് സ്പിയർ ആണ്. അപ്പോൾ 2, ഓണെന്ന് പറയുമ്പോൾ 2. ഇനി എ ഡബിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് കണക്റ്റഡ് ബൈ ദ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എ ഡബിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് 2 പോയിൻറ്റ്സ്. അപ്പോൾ 2 പോയിൻറ്റ്സ് ആണുള്ളത്. മാസ്ലെസ് കണക്റ്റഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? റിജിഡ് ബോഡി മൂവ്സ് ഇൻ എ പ്ലെയിൻ എന്നാണ്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ അത് 3 ഡയമെൻഷൻ ആയിരിക്കും എന്താണെങ്കിലും. ഓക്കെ, ഇൻ സ്പേസ് എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. അതായത് റിജിഡ് ബോഡി ആയതുകൊണ്ടാണ് കേട്ടോ. റിജിഡ് ബോഡിയുടെ നമുക്കറിയാം 3 ട്രാൻസ്ലേഷൻസും 3 റൊട്ടേഷൻസും ആണ് ഇൻ സ്പേസിൽ. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രെയിൻ ടു മൂവ് ഓൺ എ. കണ്ടോ, ഓണെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഗേറ്റിൽ വരുന്നത്, സിമ്പിളായിട്ടുള്ളത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഓൺ ആകുമ്പോൾ 2 ആണ്, ഇൻ ആകുമ്പോൾ 3, എലോങ് ആകുമ്പോൾ 1. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാൽ, തിൻ ആൻഡ് തിക്ക് റോഡിൻ്റെ ഇൻ എ സ്പേസ്. അപ്പോൾ തിക്ക് ആൻഡ് തിൻ റോഡുകളുടെ ക്ലൂ നോക്കിയാൽ, തിൻ റോഡാണ് പറയുന്നതെങ്കിൽ എപ്പോഴും 5 ആയിരിക്കും ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ സ്പേസ്. ദെൻ തിക്ക് റോഡിൻ്റെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ 6 ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് തനിയെ ഒന്ന് പഠിച്ച് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങി ചെന്നാൽ ചിലപ്പം കുറച്ച് ഡൗട്ട്സ് തോന്നും. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എന്തെങ്കിലും വേറെ കിട്ടുവാണെങ്കിൽ ചെയ്യാം. അപ്പം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. അപ്പം എലോങ്, ഇന്ന്, ഓണ് ഇങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നോക്കണം. ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതിനെ ചെയ്യേണ്ടി വരും. അതായത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം ഇന്നും ഓണും ഒക്കെ നോക്കാൻ. ഇവിടെ നോക്കിയേ, ഇവിടെ പാർട്ടിക്കിൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് ടു മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെസ്ട്രിക്റ്റഡ് എന്ന് വെച്ചാൽ തടസ്സം, എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻ അല്ലേടാ അവിടെ ഉള്ളത്. അപ്പോൾ തടസ്സം ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dn - c ആയിരുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രെയിൻ എന്താണെന്ന് നോക്കിയടാ. ഇവിടെ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ ഒരിടത്ത് എന്ത് ചെയ്തേക്കുവാണ്, പിടിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സിംഗിൾ പെൻഡുലമാണ്. അപ്പോൾ ഡയമെൻഷൻ എന്താണെങ്കിലും പെൻഡുലത്തിൻ്റെ 2 ഡയമെൻഷനാണ്. ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ബോബാണുള്ളത്. കൺസ്ട്രെയിൻ എത്രയാണ്? ഒരിടത്ത് ഫിക്സ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ ആണുള്ളത്. അപ്പം 1 എന്ന് കിട്ടി. മനസ്സിലായോ? ഇതെന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ്. ഇതൊന്ന് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നോർമലി നമ്മൾ ഇന്ന്, ഓണ്, എലോൺ നോക്കുക. പിന്നെ നമുക്ക് ഇങ്ങനത്തെയും കൂടെ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ 2 പാർട്ടിക്കിൾസ് ഒരു സ്പിയറിൽ കണക്ട് ചെയ്തേക്കുക. ഇത് പാർട്ടിക്കിൾ 1, ഇത് പാർട്ടിക്കിൾ 2. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? dn - കൺസ്ട്രെയിൻ നോക്കിയാൽ മതിയാകും. അപ്പം d എന്ന് പറയുമ്പോൾ ഡയമെൻഷൻ 2 എത്ര പാർട്ടിക്കിളുണ്ട്? 2 പാർട്ടിക്കിൾ. കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കണ്ടോ, ഈ ഒരു റാ പോലെ ഇരിക്കുന്ന സാധനമല്ലേ കൺസ്ട്രെയിൻ? അതല്ലേ അവരെ പിടിച്ച് നിർത്തിയേക്കുന്ന തടസ്സം? അത് 1. അപ്പോൾ 3. ഇനി 2 പാർട്ടിക്കിൾസ് കണക്റ്റഡ് ബൈ എ സ്പ്രിങ് എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. 2 പാർട്ടിക്കിൾസ്, ഡയമെൻഷൻ 2 ആണ്, പാർട്ടിക്കിൾസ് 2 ആണ്, ഡയമെൻഷൻ 3 ആണ്. അത് വെച്ചിട്ട് 2 പാർട്ടിക്കിൾസ് കണക്റ്റഡ് ബൈ എ റിജിഡ് റോഡ് എന്ന് പറയുമ്പോഴും ഇങ്ങനെ കണക്റ്റഡ് ബൈ, അതായത് 2 പാർട്ടിക്കിളിന് ഒരു റിജിഡ് റോഡ് വെച്ച് കണക്ട് ചെയ്തേക്കും. അപ്പോൾ റോഡെന്ന് പറയുന്നത്, ഈ നടുക്കുള്ള റോഡെന്ന് പറയുന്നത് കൺസ്ട്രെയിൻ ആണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം നമുക്ക് വേണം. കാരണം 2 പാർട്ടിക്കിളിനെ നമ്മൾ കണക്ട് ചെയ്തേക്കുവാണ്. 2 പാർട്ടിക്കിൾസ് നമ്മൾ റിജിഡ് റോഡ് വെച്ച് കണക്ട് ചെയ്തേക്കുവാന്ന് വെച്ചാൽ ഈ 2 പാർട്ടിക്കിളിൻ്റെ മോഷനെ നമ്മൾ പിടിച്ചു വെച്ചേക്കും. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ അല്ലേടാ, അതൊരു തടസ്സമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കൺസ്ട്രെയിൻസിന് എന്താണെന്ന് നോക്കി, ഇതുകൂടെ നോക്കിയിട്ട് നമുക്കിത് നിർത്താം. പിന്നെ ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടാം കേട്ടോ. കൺസ്ട്രെയിൻസ് നോക്കിയാൽ, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ കൺസ്ട്രെയിൻസ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസിനെയാണ് ഓഫ് ദ
മോഷൻ ഓഫ് ഓർ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിന് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനങ്ങ് പിടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അതൊരു തടസ്സമാണ്. അപ്പോൾ നമ്മൾ ചില സമയത്ത് പറയത്തില്ലേ, അതായത് കറണ്ടിനെ നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കറണ്ട് ഫ്ലോയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലോ ഡൗൺ ചെയ്യുന്നു അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കുന്നു അല്ലേ. പർട്ടിക്കുലർ ആയിട്ടുള്ള പല ആവശ്യത്തിന് വേണ്ടി നമ്മൾ തടസ്സം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു ഫ്ലോയിൻ്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ തടസ്സം. ഇപ്പോൾ ചില സമയത്ത് അത് നല്ല കാര്യത്തിനായിരിക്കും, ചില സമയത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ വെച്ചിട്ടും ഇത് പഠിക്കാം. പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഹോളോനോമിക്, നോൺ ഹോളോനോമിക്, സ്ലീറോനോമിക്, നോമിക്, അങ്ങനെ ഇത്രയും കൺസ്ട്രെയിൻസ് ആണുള്ളത്. ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രെയിൻസിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇക്വേഷൻസിൽ പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ഇൻഇക്വാലിറ്റി ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറി വരും. പർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഗേറ്റിന് ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ബോൾ ബൗൺസ് ചെയ്യുന്നു താഴേക്കും മുകളിലേക്കുമായിട്ട്. അങ്ങനെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ഇക്വേഷനിലാണ്, അതായത് ഹോളോനോമിക് ആണോ നോൺ ഹോളോനോമിക് ആണോ, ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ അതിന് ഇൻഇക്വാലിറ്റീസ് ഉണ്ടാകുമടാ. പലതരത്തിലാണ്, സമയമനുസരിച്ച് നമ്മൾ എറിയുന്ന സ്പീഡൊക്കെ അനുസരിച്ച് പല സമയത്തും പലതായിരിക്കും. അപ്പോൾ അവിടെ ഇൻഇക്വാലിറ്റി ഉണ്ടാകും. ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ സ്ലീറോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവയാണ്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തവയാണ്. ഇതെന്ന് പറയുമ്പം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഇത്രയും കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഞാൻ സ്പീഡിലാണ് പറഞ്ഞത്. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമാണ്. ഇനി വേണമെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം, അല്ലാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത് കൂടുതൽ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രശ്നമായിട്ടുള്ളൊരു ഭാഗമാണത് ചിലവർക്കെങ്കിലും, ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇത്രയും ഏതായാലും നിർത്തി വെക്കാം. ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്തോട്ടെ. ഇപ്പോൾ പറഞ്ഞത് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് മോഷൻ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സും ഉണ്ട്, അനലിറ്റിക്കൽ മെക്കാനിക്സും ഉണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ന്യൂട്ടൻ്റെ ലോയും ന്യൂട്ടൻ്റെ രീതികളും എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്. അത് ഒബേ ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം അതിൽ എല്ലാത്തിനും ഒന്നും പാടല്ലടാ, ചിലതിന് മാത്രം. കാരണം എല്ലാ ഫോഴ്സും, ഒരു ഫോഴ്സും അവിടെ നെഗ്ലക്റ്റ് ആവുന്നില്ല. എല്ലാ ഫോഴ്സിനെയും പറയേണ്ട ആവശ്യം വരുന്നു. പക്ഷേ അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഫോഴ്സും അല്ല, നമ്മൾ കുറച്ച് ഫോഴ്സിനെ അവിടെ നെഗ്ലക്റ്റ് ചെയ്യാം. മാത്രമല്ല എനർജിയുടെ രീതിയിലാണ്. ശരിക്കും ലഗ്രാഞ്ചിൻ്റെ ഒക്കെ അവിടെ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ എനർജി, അത് നമുക്കറിയാം T-V ആണ് ലഗ്രാഞ്ചിൻ, T+V ആണ് ഹാമിൽട്ടോണിയൻ. അതിലേക്ക് നമ്മൾ അടുത്ത ടോപ്പിക്ക് വരത്തേ ഉള്ളൂ. എന്നാൽ ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഹാമിൽട്ടോണിയനാണ് ഫസ്റ്റ് ഓർഡർ, ലഗ്രാഞ്ചിൻ സെക്കൻഡ് ഓർഡർ ആണ്. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയവരെ നമുക്ക് ഹാമിൽട്ടോണിയൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹാമിൽട്ടോണിയൻ ജനറലൈസ്ഡ് കോർഡിനേറ്റിനെ എന്തൊക്കെ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പൊസിഷനും മൊമെൻറ്റവും വെച്ചിട്ടാണ്. ലഗ്രാഞ്ചിനാണെങ്കിൽ പൊസിഷനും വെലോസിറ്റിയും വെച്ചിട്ടാണ് കേട്ടോ. ഇത്രയും ഒന്ന് മനസ്സിലാക്കുക. ബാക്കി വീഡിയോസ് നമുക്കിടാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.